പ്രിയമുള്ളവരെ, പുതിയൊരു സഞ്ചാരത്തിലാണ് സൗദി അറേബ്യയിലൂടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അൽ ബലദ് എന്ന് പറയുന്ന അതിപുരാതന പട്ടണത്തിലൂടെ ഒരു സഞ്ചാരം. 2014 യുനെസ്കോ ഈ അൽ ബലദിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഡിക്ലെയർ ചെയ്തത്. സൗദി അറേബ്യയിലെ ആകെ 5-6 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളുള്ളൂ. അതിലൊന്ന് ജിദ്ദ നഗരത്തിൻ്റെ ഒത്ത നടുവിലാണ്. ദി ടൗൺ എന്നാണ് അൽ ബലദിൻ്റെ അർത്ഥം. ദി ഗേറ്റ് ടു മക്ക എന്ന പേരിൽ വേണമെങ്കിൽ പറയാം മക്കയിലേക്കുള്ള പാത തുടങ്ങുന്നത്. ഈ തെരുവ് തൊട്ട് നമുക്ക് സഞ്ചരിക്കാം. ഞാൻ നടത്താൻ ആരംഭിച്ചത് ജിദ്ദയിലെ അൽ ബലദിൽ നിന്നുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളുള്ളൊരു സ്ഥലം. ഇവിടെ നേരത്തെ താമസിച്ചിരുന്നവർ പറഞ്ഞത്, ജിദ്ദയിൽ ആദ്യകാലങ്ങളിൽ കുടിയേറിയ മലയാളികൾ പറഞ്ഞത്, ഈ ഒരു ഇടം എന്ന് പറയുന്നത് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും തെരുവിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും ഗല്ലികളിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചവരും തമ്പടിച്ചിരുന്ന ഒരിടം. നമുക്ക് സൗദി അറേബ്യയിൽ ഓയിൽ ബൂം ഉണ്ടാകുന്നതിൻ്റെ മുന്നേയുള്ള ഒരു സൗദിയുടെ ചിത്രം പലപ്പോഴും നമ്മുടെ കഥകളിൽ ഉണ്ടാവില്ല. ഇന്നത്തെ സൗദിയുടെ കഥകൾ എണ്ണ കിട്ടിയതിന് ശേഷമുള്ള കഥകളാണ്. അതാണ് നമ്മൾ കേട്ടത്. പക്ഷെ അതിപുരാതനമായൊരു സൗദി അറേബ്യ തീർച്ചയായും കാണുമല്ലോ. ജിദ്ദ പട്ടണം കാണുമല്ലോ. ചെങ്കടൽ തീരത്തെ ഈ ജിദ്ദ പട്ടണം ഇതാണ്. ഇവിടെ നിന്നാണ് ഈ നടത്തം തുടങ്ങുന്നത്. ഏത് വഴി നടക്കാം. അനേകം വഴികൾ, നമ്മുടെ ഭാഷയിൽ ഗല്ലികളുള്ളത്. ഈ ഈന്തപ്പനകൾ നോക്കൂ, എത്ര പഴക്കമുണ്ടാവും ഇതിന്. നല്ല തെങ്ങ് പോലെ നീണ്ടു കിടക്കുകയാണ്. ഈ പച്ച ബോർഡ് കൊണ്ട് മറച്ചിരിക്കുന്നത് ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി വച്ചിരിക്കുകയാണ്. ഈ കല്ലുകളൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ മണ്ണ് നമ്മൾ കട്ട മുറിക്കില്ലേ, അതുപോലെ മണ്ണിന് കട്ട മുറിച്ചെടുത്ത് പടുത്തതാണ്. അതിന് പുറത്തത് ഈ പോളിഷ് ചെയ്യാത്തതുകൊണ്ടും അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് അത് വളരെ കൃത്യമായി കാണാൻ പറ്റും. പിന്നീട് ഈ കെട്ടിടങ്ങളുടെ ഒരു പ്രധാന ഭാഗം ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു കാഴ്ചകളില്ലേ, മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഏരിയ എടുത്ത് സൂക്ഷ്മമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. നിറങ്ങളിലുള്ള വ്യത്യാസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കൂടെ നടക്കാനുള്ളത് വൈഫാണ്. വൈഫിൻ്റെ ബ്രദറുണ്ട്. ബ്രദറും ഈ തെരുവിൽ തന്നെയാണ് ദീർഘകാലം ഉണ്ടായിരുന്നത്. നേരത്തെ ഈ തെരുവിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോഴടുത്ത കാലത്താണ് ഇതിന് ഫണ്ട് ഇറക്കാൻ തുടങ്ങിയത് സൗദിയിലെ പുതിയ ഭരണാധികാരി. 2002 $4 മില്യൺ ചെലവഴിച്ചു ഈ തെരുവിനെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. തെരുവുകൾ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഏറ്റവും നല്ല മാതൃക ഇന്ത്യയിലെ പുരാതന തെരുവിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവുകൾ, മുംബൈയിലെ തെരുവുകൾ, കൽക്കട്ടയിലെ തെരുവുകൾ, അതിപുരാതനമായ ഒരുപാട് തെരുവുകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ തെരുവിനില്ലാത്തൊരു ഗുണം ഇവിടെ കാണുന്നുണ്ട്. അത് ഒന്നാമത്തത് വൃത്തിയാണ്. ഇത് നോക്കൂ, ഈ ഒരു കെട്ടിടം ഏറ്റവും ഭംഗിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്ന് ഇതാണ്, ജിദ്ദ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ്. ഇങ്ങനെ ഒന്നുണ്ട്. ഫൈൻ ആർട്സ് കോളേജുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത് ആധുനിക കെട്ടിടങ്ങളിലായിരിക്കും പലപ്പോഴും അത് വർക്ക് ചെയ്യുന്നത്. ഈ പച്ച നിറത്തിൽ കാണുന്ന ഈ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ്, സൗദി അസോസിയേഷൻ ഓഫ് ആർട്സ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ ബോർഡെല്ലാം പുറത്തുണ്ടായിരുന്നു. സൗദി അസോസിയേഷൻ ഓഫ് ആർട്സ് എന്തുമാത്രം ഡെപ്ത് അതിനുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ബോർഡ് ഞാൻ വായിക്കുക മാത്രമാണ് ചെയ്തത്. വുഡൻ വർക്കുകളാണ്. നോക്കും, ഈ വുഡൻ വർക്കുകളെ കുറിച്ച് പിന്നീട് പറയാം. പിന്നെ നിറങ്ങളെ കുറിച്ച് പറയുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചായിരുന്നു. പണ്ട് താമസിച്ചിരുന്നവർ അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ബ്രൗൺ, ഗ്രീൻ കളേഴ്സുകൾ ഒക്കെ ഈ മരങ്ങൾക്ക് കൊടുത്തിരുന്നത്. മരങ്ങളുണ്ട്. ഇത് വേപ്പ് മരമാണ് ഈ കാണുന്നത്. തെരുവിൽ അത്ര പഴക്കമുള്ള മരങ്ങളല്ല ഇതെല്ലാം, അടുത്ത കാലത്തായി വന്ന മരങ്ങളായിരിക്കും. ഡെസേർട്ടിൽ മരങ്ങളുണ്ടോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു ഡെസേർട്ടിൽ. അതിന് പക്ഷേ ചില പ്രത്യേകതകളുണ്ടെന്ന് മാത്രം. ഇത് വേപ്പാണെങ്കിൽ ഇന്ത്യയിലെ ഡെസേർട്ടിൽ, ലോകത്തിൽ തന്നെ മിക്ക ഡ്രൈ ഡെസേർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡെസേർട്ട് എന്ന് പറയുന്നത് വെള്ളമില്ലാത്ത മണൽ മാത്രമാണെന്ന.
അപ്പം മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ മണൽ കണ്ടില്ല, പാറക്കൂട്ടങ്ങളാണ്, അത് ഡെസേർട്ടാണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. തീർച്ചയായിട്ടും മക്കയും ഡെസേർട്ട് തന്നെയാണ്. ഇന്ത്യയിലെ ലഡാക്ക് ഡെസേർട്ടാണ്. ലഡാക്കിൻ്റെ ഒരു ഡെസേർട്ടിന് പറയുക നമ്മൾ കോൾഡ് ഡെസേർട്ട് എന്നാണ്. ഈ കോൾഡ് ഡെസേർട്ട് ഇന്ത്യയിൽ മാത്രമല്ല, മംഗോളിയയിലെ ഗോബി ഡെസേർട്ട്. ഇപ്പം ഇവിടെ ഒരു ചായ കച്ചവടക്കാരുണ്ട്, പക്ഷെ ചായ വിൽപ്പനയാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ എന്നെ തിരിച്ച് അദ്ദേഹം വിളിച്ചു. എനിക്ക് നല്ലൊരു ചായ സലാം പറഞ്ഞു തന്നു. നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ തെരുവ് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. പല വഴികളിലേക്ക് തെരുവ് തിരിഞ്ഞു പോകുന്നു. മരങ്ങളെക്കുറിച്ച് പറയാം വീണ്ടും. ഖജുരി മരങ്ങളെ കേട്ടിട്ടുണ്ടോ? 1730കളിൽ ഇന്ത്യയിലെ ജോധ്പൂർ രാജാവ്, അദ്ദേഹത്തിന് ജോധ്പൂരിലൊരു പാലസ് ഉണ്ട്. ഈ പാലസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ധാരാളം മരങ്ങൾ വേണം. ഈ മരങ്ങൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം രാജേന്ദ്രന്മാരോട് ആവശ്യപ്പെടുന്നു. രാജേന്ദ്രന്മാർ മരങ്ങൾ തേടി നടക്കുന്നു. ഒടുവിൽ അവർ ഗജുരാളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ബൈഷ്ണോയ് ഗോത്രക്കാരുടെ ഗ്രാമത്തിലെത്തുന്നു. ആ ഗ്രാമത്തിൽ മരം മുറിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്ത്രീകളും കുട്ടികളും ചേർന്ന് അത് തടയുന്നതും രാജകൽപ്പന പ്രകാരം അവർ വധിക്കപ്പെടുന്നു. പിന്നീട് സംഭവിച്ചത് ചരിത്രം. ആ ഒരു ദിനം സെപ്റ്റംബർ 11 ലോക വനരക്തസാക്ഷി ദിനമാണ്. അപ്പോൾ നമുക്ക് ഈ തെരുവിലൂടെ പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ തെരുവിൻ്റെ ഒക്കെ ഘടന എന്ന് പറയുന്നത് അത്ര നമ്മൾ ഹാരപ്പൻ സൈറ്റ്സിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അതിപുരാതനമായ ഈ സിന്ധു നദീതട സംസ്കാരത്തിലെ തെരുവുകൾ 90 ഡിഗ്രിയിലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മെസപ്പൊട്ടോമിയൻ തെരുവുകൾ 90 ഡിഗ്രിയിലല്ല, അത് പലതരത്തിലും വളഞ്ഞു കിടക്കുന്നത്. അതുപോലൊരു കാഴ്ചയാണ് എനിക്ക് ഈ പറയുന്ന തെരുവിലും തോന്നി തുടങ്ങിയത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ പല പല ഷേപ്പിലൂടെ നിർമ്മിക്കപ്പെട്ട തെരുവുകൾ. അപ്പോൾ നവീകരണത്തിന് ശേഷം ഈ തെരുവുകൾ മുഴുവനും ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതായിരിക്കാം, ഇങ്ങനെയൊക്കെ വൃത്തിയുള്ളതായി തീർന്നു. ഏത് കാലത്താണിത് രൂപം കൊണ്ടതെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ 7-ാം നൂറ്റാണ്ട് തൊട്ട്, നബി എല്ലാം വരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ 6-ാം നൂറ്റാണ്ടിന് ശേഷം ഈ ഒരു 7-ാം നൂറ്റാണ്ടിലൊക്കെ പുരാതനമായ ജിദ്ദ നഗരം. അപ്പോൾ അതിന് മുന്നൊരു കാര്യം, ഈ ഒരു വാൾ നോക്കൂ, ഇതാണ് ഒരു പുരാതന തെരുവിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങളുടെ ഒരു ചുമരിൻ്റെ വീതി എന്ന് പറയുന്നത്. നമ്മൾ 3 കല്ലോ 4 കല്ലോ വെക്കുന്ന വീതിയിൽ ഇതിനെ കെട്ടിടങ്ങളുടെ ചുമരുകൾ. അപ്പം ഇത് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഈ വീടുകളെ രക്ഷിക്കുന്നത് ആൽമരങ്ങളാണ് കേട്ടോ. അത് നമ്മുടെ സാക്ഷാൽ അരയാലുകൾ 2 ഇവിടെ കാണുന്നുണ്ട്, പുതുതായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. മരങ്ങളുടെ പ്രാധാന്യം നമ്മളെക്കാളും കൂടുതൽ ഡെസേർട്ടിലുള്ളവർക്കറിയാം. അപ്പൊ ഇതിൽ ഈ തെരുവിന്റെ വളഞ്ഞ തെരുവിന്റെ ഏത് ഭാഗത്തൂടെ നമുക്ക് സഞ്ചരിക്കാം. പല വഴിയെ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് അതിലെല്ലാം കാശ് കൊടുത്ത് കയറാം. അടച്ചിട്ടിരിക്കുന്ന കടകളുണ്ട്. ഈ കടകളുടെ അകത്തൊക്കെ മിക്കതും സോവനീഴ്സ് ടൈപ്പ് സാധനങ്ങളാണ്. ഇവിടെ 2 ദിവസം വരെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ ഇടയ്ക്കെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പം കാണുന്നത് ഒരു പള്ളിയാണ്. ഈ ഒരു പള്ളിയുടെ അകത്തെ കാഴ്ചകൾ ഞാൻ പിന്നീട് ഈ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഹരിബ് സന്ധ്യാസമയത്തെ നമസ്കാരമാണ്. ആ സമയത്ത് അപ്പോഴേക്ക് ഇപ്പം ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ ഈ സ്വഹാബിമാരുടെ കാലത്ത്, അതായത് നബിയുടെ ഒപ്പം ജീവിച്ചവരാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്, അനുചരന്മാർ. അവരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണത്. ഈ നോക്കൂ, ഇതെല്ലാം സിൽക്ക് കടകളാണ്. സിൽക്ക് റൂട്ട് എന്ന് പറയുന്നതും ഇതിലെ കൂട്ടത്തിൽ അറബുകളുമായിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് സിൽക്ക് റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ പട്ടുപാതകൾ എന്ന് പറയുന്നത്, പട്ടുപാത നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് നാഥുല പാസ്, നമ്മൾ സിക്കിമിലൂടെ പോകുന്ന നാഥുല പാസ് പട്ടുപാതയിൽപ്പെട്ടതാണ്. അനേകം പട്ടുപാതകൾ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുണ്ട്. ഈ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് അങ്ങ് വിദൂരമായ ഭാഗങ്ങളിലേക്കും അറബ് നാടുകളിലേക്കും ഒക്കെ പാതകൾ, കച്ചവട പാതകൾ ഉണ്ടായിരുന്നു. അറബുകൾ ലോകത്തെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിച്ച് ഈ ഇത്തരം സിൽക്ക് അതുപോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ലോകത്തിന് നാനാഭാഗത്തേക്ക് എത്തിക്കുന്നതിൽ അറബുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ ജിദ്ദ തുറമുഖം എന്ന് പറയുന്നത് ചെങ്കടൽ തീരത്താണ്. ഇന്ന് ചെങ്കടലിൽ നമുക്കൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ചെങ്കടലിലൂടെയാണ് പ്രധാന ബിസിനസ്സുകളെല്ലാം പോകുന്നത്. ഈ പെഡസ്ട്രിയൽ സ്ട്രീറ്റ് കൂടിയാണ് കേട്ടോ അത്.
അത് പെഡസ്റ്റൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോർ നോക്കും. നമ്മുടെ മിഠായി തെരുവ് നമ്മളൊരു പെഡസ്റ്റൽ സ്ട്രീറ്റ് ആക്കാൻ, അത് നടക്കുന്നവരുടെ തെരുവുകളാക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് എങ്കിൽ പോലും നമ്മളിങ്ങനെ കല്ലെല്ലാം പാകി ഈ തെരുവിനെ അങ്ങനെ ആക്കിയെങ്കിലും വൃത്തിയിൽ സൂക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടുന്നുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ തെരുവുകളെ വൃത്തിയുള്ളതാക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? തീർച്ചയായും വലിച്ചെറിയുന്ന സംസ്കാരമാണ്. അത് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചാൽ പോലും അതിന്റെ പരിസരത്തായിരിക്കും നമ്മൾ വലിച്ചെറിയുന്നത്. ഈ ഒരു തെരുവുകൾ ഇപ്പോൾ പെഡസ്ട്രിയലാണ്, പൂർണ്ണമായും നടക്കുന്നവരുടേതാണ്. വല്ലപ്പോഴും ചെറിയ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇതൊരു സമ്പൂർണമായ തെരുവ് നടത്തക്കാരുടെ തെരുവാണ്. ഇങ്ങനെയാണ് നമ്മുടെ തെരുവുകളെങ്കിൽ നോക്കൂ, നമ്മൾ കോഴിക്കോടിലെ ഒട്ടുമിക്ക തെരുവുകൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്തായിരിക്കും? ഹൽവ ബസാറും ഗുജറാത്തി സ്ട്രീറ്റും മിഠായി തെരുവും അങ്ങനെ നമ്മുടെ വലിയങ്ങാടിയും ഒക്കെ. വലിയങ്ങാടിയിലെ വൻ ബിസിനസ്സുകളുള്ള ഏരിയ അല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ അകത്തുള്ള പലതരം ഇടുങ്ങിയ തെരുവുകളും ഇങ്ങനെ നടക്കുന്നവരുടേതായി തീർന്നുവെങ്കിൽ ഇതുപോലൊരു പുരാതന നഗരം തന്നെയാണല്ലോ കോഴിക്കോട്. അപ്പം കോഴിക്കോട് തുറമുഖം ഉണ്ടായിരുന്നു, അറബിക്കടലിന്റെ തീരത്തെ വലിയ കച്ചവട കേന്ദ്രമായിരുന്നു. ഈ ഒരു കെട്ടിടത്തിന് ചെരുവുണ്ട്, അതാണ് ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പിസ സ്റ്റൈലില് നമ്മുടെ പല കെട്ടിടങ്ങളും ഇത് ഇവിടെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വന്നപ്പോഴങ്ങനെ ആയി തീർന്നതായിരിക്കും എന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ ഒരു കെട്ടിടം പണിയുമ്പോൾ തൂക്കം ഒപ്പിക്കും. പൂച്ചകൾ ഇവിടെ ഈ അറബ് നാട്ടിലെല്ലായിടത്തും കാണും. തെരുവട്ടികളില്ല, പൂച്ചകൾ. ഇവിടെ ഈ പൂച്ച എന്താ ചെയ്യുന്നതെന്നറിയോ? 2 സ്പോട്ടഡ് ഡൗ ഉണ്ട്. ഈ സ്പോട്ടഡ് ഡൗ, ഈ പൂച്ചകൾക്ക് ഈ ബേർഡ്സിന് പിടിക്കാൻ നല്ല സാമർഥ്യമുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. സ്പോട്ടഡ് ഡൗ ഒരിക്കലും പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ടാലൻ്റായിട്ട്. ഓക്കെ, അത് രക്ഷപ്പെട്ടിരിക്കുന്നു. നല്ല ഭംഗിയുള്ള കുറുകുന്ന പക്ഷികളാണ്. ഈ കാട്ടിലൊക്കെ പോകുമ്പോഴേ ഈ കാടിന്റെ ഫീലിംഗ് നൽകുന്നത് ഇവന്മാരാണ്, ഈ സ്പോട്ടഡ് ഡൗസ് ആണ്. ഇവിടെ ഡൗസും റോക്ക് പീജിയൻസും ഡൗസും ധാരാളം കാണുന്നുണ്ട്. റോക്ക് പീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലപ്രാവ് എന്ന് വിളിക്കുന്നത്. ഈ അറബ് ചരിത്രത്തിൽ ധാരാളം ഈ കഥകളുണ്ട്, പ്രാവുകളുടെ കഥകളുണ്ട്. ഈ സൗർ എന്ന് പറയുന്ന ഗുഹയിൽ നബി ഒളിച്ചിരിക്കുമ്പോഴവിടെ ഒരു മാടപ്രാവ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു റോക്ക് പീജിയനാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം ആ ഒരു കഥകൾ. തെരുവങ്ങനെ നീണ്ടു കിടക്കുന്നു. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴി എന്ന് പറയുന്നത് ഈ മക്കയിലേക്കുള്ള ഒരു പാതയുണ്ട്. മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്നത് ജിദ്ദയിൽ കപ്പലിറങ്ങുന്നവർ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന് ജിദ്ദയിൽ കപ്പലിറങ്ങുന്നവരുണ്ടാവും. ഇവരുടെയൊക്കെ ഒരു പാത കാണണം. ഇതാണ് എൻ്റെ ഒരു ഈ നടത്തത്തിൻ്റെ, ഞാൻ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. അതെവിടെയാണെന്നാണ് അന്വേഷിക്കുന്നത്. അതിന് മുന്നേ വേറെ കാര്യം പറയാം. അൽ ബലദിനെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതൊരു ഡിസ്ട്രിക്ട് ആണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് കോൺസെപ്റ്റ് അല്ല, 4 ഇവരുടെ ഒരു അൽ ബലദ് ഡിസ്ട്രിക്ട്സ് തന്നെയാണ് ഇതിന് പറയുന്നത്. അതിന് അൽ മസ്ലൂം, അൽ ഷാം, അൽ യമൻ, അൽ ബഹ്ർ എന്നിങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. അതായത് അൽ യമൻ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇത് യമനിലേക്ക് തുറക്കുന്ന ഒരു പാതയാണ് എന്ന് കരുതാം. അതായത് ഇതിന്റെ വാതിൽ ടു യമൻ. ഇപ്പൊ ഡൽഹിയിൽ ചെന്നാൽ കാശ്മീരി ഗേറ്റ്, ലാഹോറി ഗേറ്റ് എന്ന് കേട്ടില്ലേ? മുഗൾമാരാണ് ആ കോൺസെപ്റ്റിന്റെ പിന്നിൽ. അടുത്തടുത്ത തെരുവുകളായിരിക്കും, പക്ഷെ ആ തെരുവിന്റെ ദിശ തിരിയുന്നത് ലാഹോറിലേക്കുള്ള പാത. അതായത് വഗ അതിർത്തി കടന്ന് ലാഹോറിലേക്ക് ഡൽഹിയിൽ നിന്ന് അവർ സഞ്ചരിച്ചിരുന്ന അക്ബറിന്റെ കാലത്ത് അക്ബർ ആഗ്ര ഫോർട്ടും ഫത്തേപൂർ ഫോർട്ടും ലാഹോർ ഫോർട്ടും സൃഷ്ടിച്ചിട്ടുണ്ട്, അവരുടെ തലസ്ഥാനങ്ങൾ. അപ്പം ലാഹോറിലേക്കുള്ള പാതയുണ്ട്. ശ്രീനഗറിൽ മുഗൾ ഗാർഡൻസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ശ്രീനഗർ അവരുടെ നിയന്ത്രണത്തിലായ സമയത്ത് അങ്ങോട്ടേക്കൊരു പാത തുടർന്നിട്ടുണ്ട്, കാശ്മീരി ഗേറ്റ്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഈ മണാലിയിലൊക്കെ പോകുന്നവർ ആ വഴിയാണല്ലോ സഞ്ചരിക്കുന്നത്. കാശ്മീരി ഗേറ്റിന്റെ പാതയിൽ നിന്നാണ് നമ്മുടെ വാഹനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇവര് ഈ സഞ്ചാരം മുഖ്യമായ തൊഴിലാക്കിയവർ എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ലോകത്തെ നാനാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചവർ എവിടെയൊക്കെ ഉണ്ടോ, അവരുടെയൊക്കെ വാതിലുകൾ, നഗരത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ ദീർഘമായ പാതകളിലേക്ക് അവർ തുറന്നു വെക്കും. മക്ക, യഥാർത്ഥത്തിൽ മക്ക പോലും ഒരു യാത്രയുടെ വഴിയിലുള്ളൊരിടമാണ്. നമ്മുടെ യമനിൽ നിന്ന് അങ്ങ് സിറിയയിലേക്ക് ചെങ്കടൽ തീരത്തുകൂടെയുള്ള വലിയൊരു സഞ്ചാരപാത ഉണ്ടായിരുന്നു. ആ സഞ്ചാരപാതയുടെ അരികു ചേർന്ന ഒരു ഇടമാണ് മക്ക എന്ന് പറയുന്നത്. കാബ പണിയുന്നതും അവിടെയാണല്ലോ. അബ്രഹാം എന്ന് വിളിക്കുന്ന പ്രവാചകനാണ് കാബ എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രം, ലോക മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രം പണിയുന്നതെല്ലാം.
അപ്പം നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഈ ചെങ്കടലിൽ വന്നിറങ്ങുന്ന ചെങ്കടലിൻ്റെ തീരത്ത് വന്നിറങ്ങുന്നവർ എങ്ങനെയാണ് മക്കയിലേക്ക് പോകുക, ആ വഴിയിലാണ് ഇതാ ഈ ഒരു മ്യൂസിയം. ഈ മ്യൂസിയത്തിന് ഒരു പ്രത്യേകത, അതിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരനുമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ബോധപൂർവ്വം അവരങ്ങനെ വെച്ചിരിക്കുന്നത്, അവരുടെ ചിന്തയിൽ അങ്ങനെ ഒന്നുമില്ല. ഞാനങ്ങനെ ചിന്തിക്കാനും പാടില്ല. എന്നാലും പറഞ്ഞു പോകുന്നു, ഇതാ രണ്ട് മനുഷ്യരും ലോകത്തിന്റെ രണ്ട് ഭാഗത്തുള്ളവർ അല്ലെ, നമുക്ക് രണ്ട് ഭൂഖണ്ഡങ്ങളിലുള്ളവർ ആയിരിക്കും അവർ. പക്ഷെ എന്നാൽ അവർ ഇവിടെ ഈ ഒരു തെരുവിന്റെ മുന്നിലുള്ള മ്യൂസിയത്തിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ തെരുവാണ് പ്രധാന തെരുവ് എന്ന് പറയുന്നത്. ഇത് മ്യൂസിയത്തിലേക്ക് പിന്നെ വരാം. അതിന് മുന്നേ ഈ ഒരു വഴിയെ പോവാം. അതിന് മുമ്പ് രണ്ട് പീരങ്കികളെ കാണുന്നുണ്ട്. ഇന്ത്യയിലെ പീരങ്കികളെല്ലാം ഏറെക്കുറെ നോർത്ത് ഇന്ത്യയിൽ സ്ഥാപിച്ചിരിക്കുന്ന മുഗൾ കാലഘട്ടത്തിലും സുൽത്താനേറ്റ് സ്പീഡിലുള്ള പീരങ്കികളെല്ലാം തുർക്കിഷ് എഞ്ചിനീയേഴ്സിൻ്റെതാണെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. തുർക്കിക്കാർ ഇതിൽ വളരെ സമർത്ഥരായിരുന്നു. എവിടെയാണ് പീരങ്കിയുടെ ഈ തിരി, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു കദീനൊക്കെ പൊട്ടിക്കുമ്പോൾ തീ കത്തിക്കണമല്ലോ, അത് ഹോൾ എവിടെയാണ് നോക്കിയിട്ട് ഇത് കാണുന്നില്ല. ഇതിന് ഈ കാനൻസുകൾ ഇത് ഒരു കാലത്തെ പ്രധാന ആയുധമാണ്. ഇന്ന് നമ്മൾ വിമാനങ്ങളിൽ പോയി ബോംബിങ് നടത്തുന്നതിന് മുന്നേ പണ്ട് ഇതെല്ലാം ആയിരുന്നല്ലോ. ഇത് നോക്കൂ, ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വഴി എന്ന് പറയുന്നത്. ഈ ഒരു പാതയിലൂടെയാണ് ഇത് നേരെ ചെല്ലുന്നത്. നോക്കൂ, സൺസെറ്റ് കാണുന്നുണ്ടോ? സൺസെറ്റിനുള്ള സമയമായിരിക്കുന്നു. സൂര്യൻ അതാ അങ്ങ്. ഈ ചെങ്കടൽ തീരത്തേക്കുള്ള പാതയാണത്. ഈ ചെങ്കടലിൽ നിന്ന് വരുന്ന ഉരുക്കൾ, നമ്മുടെ നാട്ടിലെല്ലാം വരുന്ന കപ്പലുകളെല്ലാം വന്നണഞ്ഞ് ഇതാ ഈ ഒരു വഴിയെ സഞ്ചരിച്ചാണ് മക്കയിലേക്ക് പോയിരുന്നത്. അപ്പം ചെങ്കടലിൻ്റെ തുടക്കം. ഇനി ഈ കെട്ടിടത്തിലേക്ക് വരാം. തിരിച്ചു വീണ്ടും ഈ കെട്ടിടത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഈ ഒരു കെട്ടിടത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സൗദി അറേബ്യയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണിത്. മ്യൂസിയം കൾച്ചർ സെൻ്ററാണ്. ഈ ഇതിനകത്തേക്ക് കയറുന്നു. നസീഫ് ഹൗസ് എന്ന് വിളിക്കുന്ന ഈ ഒരു കെട്ടിടം മെയിൻ സ്ട്രീറ്റിൽ 1870കളിലാണ് ഈ കെട്ടിടം പണിയുന്നത്. ഇതൊരു വീടാണ്. ഈ വീടിൻ്റെ ചരിത്രം ധാരാളം പറയാനുണ്ട്. 10 വർഷത്തോളം എടുത്തു ഈ ഒരു വീട് പണിയാൻ. ഈ വീടിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇത് അന്നത്തെ ഏറ്റവും വലിയ കുബേരൻ, അന്ന് ഈ തെരുവിൽ താമസിച്ചിരുന്ന, ഇവിടെ ഒരുപക്ഷെ ഇതിൻ്റെ ഗവർണർ ആയിരിക്കാം, ഉമർ നസീഫ് എന്ന് പറയുന്ന നസീഫ് എഫൻദി എന്നൊക്കെ വായിച്ചിരുന്നു. എഫൻദി എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എൻ്റെ കുടുംബമാണോ ഗോത്രമാണോന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര അറബ് ഗോത്രങ്ങളെ കുറിച്ചൊരു വലിയ ധാരണ എനിക്കില്ല. നമ്മൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ ആദ്യം പറയാം. ഈ വുഡൻ സ്ട്രക്ചേഴ്സുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ഇതിനെല്ലാം വ്യത്യസ്തമായ ആർട്ട് വർക്കുകൾക്കൊക്കെ പേരുകളുണ്ട്. നമ്മളുടെ നോർമൽ കേസിൽ നമുക്കിത് ഒക്കെ ഒന്നാണ് തോന്നുമെങ്കിലും ഇതിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണ് എന്ന് ഇവരിവിടെ വളരെ ക്ലിയർ ആയിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂസിയമാക്കി മാറ്റിയതിന് ശേഷം ഈ വുഡൻ കാവിങ് എങ്ങനെയാണ് നടത്തിയത്, വുഡൻ ഇതിലൊക്കെ നമ്മൾ തുണിയിലെല്ലാം എംബ്രോയിഡറി ചെയ്യുന്നത് പോലെയുള്ള വർക്കുകൾ ഏതൊക്കെ രീതിയിലാണ്, ഇതിനൊക്കെ വളരെ സവിസ്തരം. നമ്മൾ ആർക്കെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളിൽ ആർട്ടിസാൻസുകൾ ആരെങ്കിലും ഇത് താല്പര്യമുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മ്യൂസിയമാണ്. കാരണം സാധാരണ മ്യൂസിയത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ എക്സിബിഷൻസ് മാത്രമല്ല ഉള്ളത്, ഇതിൻ്റെ വീഡിയോസ്, ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഒരു ഭാഗത്ത് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇതാണ്ടില്ലേ, ഇതിൻ്റെ സാമ്പിൾസുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഹവേലികളും അതുപോലെ തന്നെ നമ്മുടെ തെരുവുകളും അതുപോലെ ചുമരുകൾ, അതിൻ്റെ പ്ലാസ്റ്ററിങ് മാറ്റിയിട്ട് അതിൻ്റെ ബീമുകളെല്ലാം വുഡനാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല്ലുകൾ ഇങ്ങനെ കട്ട ആക്കി മുറിച്ചത് നാച്ചുറൽ സ്റ്റോൺസ് അല്ല, അത് നാച്ചുറൽ ആയിട്ടുള്ള ക്ലേസുകളോ അല്ലെങ്കിൽ മണ്ണോ എടുത്തിട്ട് തന്നെ കട്ട മുറിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഡോറുകൾ കണ്ടോ, വാതിലുകളൊക്കെ നല്ല ഹൈറ്റിൽ, വിൻഡോസുകൾ ഹൈറ്റിൽ. അപ്പം കിങ് അബ്ദുൽ അസീസ് ഇബ്നു സൗദ് ആണല്ലോ സൗദി അറേബ്യയുടെ സ്ഥാപകന്. 1925 അദ്ദേഹം ജിദ്ദ നഗരം പിടിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ സൗദി അറേബ്യ സ്ഥാപിക്കപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഈ വീട് പിടിച്ചെടുത്തിട്ട്, ഈ നമ്മുടെ നസീഫിൻ്റെ വീട് പിടിച്ചെടുത്തിട്ട് ഇതിലാണ് താമസിച്ചിരുന്നത്. അപ്പം സൗദി രാജാവിൻ്റെ, ഇന്നത്തെ സൗദി അറേബ്യയുടെ തുടക്കക്കാരനായ ഇബ്നു സൗദ് എന്ന് യൂറോപ്യൻസ് വിളിക്കുന്ന സാക്ഷാൽ അബ്ദുൽ അസീസ് ഇബ്നു സൗദിൻ്റെ താമസ സ്ഥലമാണ്. ഈ വീടിന് 2 ഗേറ്റുകൾ. നമ്മൾ കയറി വന്ന ഗേറ്റ് നോർത്ത് ആണ്. നോർത്തേൺ സൈഡിലൂടെ നമ്മൾ കയറി വന്നിരിക്കുന്നു. നേരത്തെ പറയുന്ന വർക്കിനെല്ലാം വരുന്നവർക്ക് ഇവിടെ വർക്ക്ഷോപ്പുകളുണ്ട് കേട്ടോ. അവരുടെ വർക്കുകളുടെ ഒക്കെ ഒരു വീഡിയോസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു
മ്യൂസിയം വളരെ റെയറാണ്. സാധാരണ മ്യൂസിയം നമുക്ക് അത് ബോറനായിരിക്കും, കുറെ പഴയ സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്താൽ പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആ എക്സിബിഷൻസിന്റെ പിന്നിൽ എങ്ങനെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിന്റെ സ്കെച്ചസുകൾ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം പഠിക്കേണ്ട. അപ്പോൾ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തിരിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അതിന്റെ മോഡലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കത് കോപ്പി ചെയ്ത് നമ്മുടെ നാടുകളിലേക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുവരാവുന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്, അതിന്റെ കളർ, നാച്ചുറൽ പെയിന്റിങ്സുകളെ കുറിച്ചൊരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ഈ മരങ്ങളിലെല്ലാം പലതരത്തിലുള്ള കളറുകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു കളേഴ്സുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ഭംഗിയിൽ പറയുന്നുണ്ട്. ഈ ഡോറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഡൈനിങ് ഏരിയയിലാണ് നമുക്കുള്ളത്. നമുക്ക് ഹൈറ്റ് നോക്കണം, ഇതിന്റെ ഒക്കെ ഡോറുകളുടെ ഹൈറ്റ് നോക്കണം. ഈ ജാളി കട്ടുകൾ ഇന്നിപ്പം നമുക്ക് സിമ്പിളായിട്ട് ജാളി കട്ട്സ് മാർക്കറ്റിലും കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് ആൽബംസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ഇവിടെ പരിശീലനത്തിൽ വന്നവരുടേതായിരിക്കും. എംബ്രോയിഡറി വർക്ക്സുകളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ. ഇപ്പൊ കാണുന്ന പുറത്തേക്കുള്ള വഴിയുള്ളത് സ്ത്രീകൾക്ക്, അത് വെസ്റ്റേൺ സൈഡിൽ, നേരത്തെ ചെങ്കടൽ തീരത്തേക്കുള്ള ഒരു ഭാഗത്തേക്ക് വെസ്റ്റേൺ സൈഡ്സിലേക്ക് പുറത്തിറങ്ങുന്ന ഒരു പാതയാണ്. ഇതിന്റെ തുടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അതിനു മുന്നേ ഇതിന്റെ സ്റ്റോറീസുകൾ ഒരു 3-4 നിലയിലേക്ക് ഇത് കയറി നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ കാണാൻ സാധിക്കും. ഈ റൂമും അടച്ചിട്ടിരിക്കുന്നു. ഇത് എത്ര റൂമുകൾ ഉണ്ടെന്ന് വെച്ചാൽ 106ഓളം റൂമുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് സ്ത്രീകൾക്ക് നമ്മളിന്ന് സന്ദർശകർ ഇതുവഴി പുറത്തിറങ്ങുന്നു. ഒരു കാലത്ത് സ്ത്രീകളായിരുന്നു ഇതുവഴി പുറത്തിറങ്ങിയിരുന്നത്. ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് സ്ത്രീകൾക്കൊരു പാതയും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഒരു വഴിയും, നോർത്തേൺ സൈഡിൽ വലിയ മരത്തിന്റെ ചുവട്ടിൽ ആണുങ്ങൾക്കൊരു പാതയുണ്ട്. നമ്മളിപ്പം വെസ്റ്റേൺ സൈഡിൽ നോക്കൂ, ഉയരം കണ്ടില്ലേ? 1800കളിൽ പണിത ഒരു കെട്ടിടം ഇത്ര ഉയരമുണ്ട് അന്നത്തെ ഒരു വീടെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ തെരുവിന്റെ മുന്നിലേക്ക് തന്നെ വീണ്ടും നടക്കുന്നു. ഇപ്പം പടിഞ്ഞാറൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങി തെരുവിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതാണ്. ഈ ഒരു ഡിസ്പ്ലേ ബോർഡുകളെല്ലാം വായിക്കാൻ സമയമുള്ളവർക്ക് ഇതെല്ലാം വായിച്ചെടുത്ത് പോവാം. നമുക്ക് ഈ തെരുവിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നേരത്തെ കയറുന്ന സമയത്ത് അതൊരു മരം നമ്മൾ കണ്ടിരുന്നത്. ഈ മരത്തിന്റെ ചിഹ്നിയും ഈ ഒരു വേപ്പ് മരത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു കാര്യം അതിൽ പറയേണ്ടതുണ്ട്. ഈ ഒരു മരത്തിന്, ഇതാണ് ഇവിടുത്തെ ജിദ്ദയിലെ ഏറ്റവും പഴക്കം ചെന്ന മരമാണത്. ജിദ്ദയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മരം. ഇതിൻ്റെ ഒപ്പം ഈ ക്ലീനിങ്ങിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പഴക്കം ചെന്ന മരത്തിന്റെ ഇലകൾ വീണുകൊണ്ടേയിരിക്കുന്നു. നീം നമ്മുടെ വേപ്പ് മരമാണ്, അത് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ മരത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ കാരണം ഏറ്റവും പഴക്കമുള്ളൊരു മരം അവിടെ ഉണ്ട് എന്നുള്ളതും ഒപ്പം തന്നെ അത് രാജകീയമായ പരിപാലനം കിട്ടിയത് കൊണ്ടും ആണ് എന്നുള്ളതാണ്. അതിന് ഈ ഒരു മരം ഇവിടെ ഉള്ളത് കൊണ്ട് ദ ഹൗസ് വിത്ത് ദി ട്രീ എന്നും ഇതിന് പറയാറുണ്ട്. ഹൗസ് വിത്ത് ദി ട്രീ. എന്നാൽ ഈ ഒരു വീടിന് മുന്നിൽ മാത്രമായിരുന്നു അന്ന് മരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മരം പരിപാലിക്കുക എന്നുള്ളത് ഇന്ന് സൗദി അറേബ്യയിൽ പ്രധാനമായ കാര്യമാണ്. വലിയ ശിക്ഷയാണ് മരം മുറിച്ചു കഴിഞ്ഞാൽ. നേരത്തെ ആർക്കും മരം മുറിക്കാമായിരുന്നു. ഇപ്പോൾ അത് വലിയൊരു കുറ്റമായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആർക്കും തോന്നിയ പോലെ ഒന്നും മുറിച്ച് കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം തെരുവിലുള്ള കച്ചവടക്കാരെ കുറിച്ചാണ്. നേരത്തെ ഇത് വലിയ കച്ചവട കേന്ദ്രമായിരിക്കും. ഈ ഓയിൽ ബൂം എല്ലാം വരുന്നത് 1970s അതിൻ്റെ മുന്നേ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നല്ലോ പ്രധാന കച്ചവടങ്ങളെല്ലാം. ജിദ്ദയിലുള്ള കച്ചവടക്കാരെല്ലാം ഇവിടെയായിരുന്നു തമ്പടിച്ചിരുന്നത്. പക്ഷെ ഇന്നതെല്ലാം പിന്നെ ഒരു ആൻറ്റിക് സ്റ്റൈലിലേക്ക് മാറിയപ്പോഴും ഈ റെനോവേഷന് ശേഷം ഇതിൻ്റെ എല്ലാം സ്ട്രക്ചറുകളെല്ലാം മാറിയപ്പോഴും സോനിയേഴ്സുകളും ആ ടൈപ്പ് ബിസിനസ്സുകൾ, സിൽക്കുകൾ, അതുപോലെ തന്നെ വ്യഞ്ജനങ്ങൾ കണ്ടില്ല, സുഗന്ധദ്രവ്യങ്ങൾ, ഇതുപോലെയുള്ള വസ്തുക്കളാണ് കൂടുതലായിട്ടും. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ കടകളാണ് കൂടുതലായിട്ട് തെരുവിൽ എല്ലായിടത്തും കാണുന്നത്. ഈ ഗല്ലികൾ, ഇന്ത്യയിലെ ഗല്ലികൾ എന്നാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു പാതയുണ്ടായിരുന്നു. ഇന്ത്യയിൽ കൽക്കട്ടയിൽ അനേകം ഗല്ലികളുണ്ട്. ഈ ഗല്ലികളൊക്കെ വൃത്തിയിലും വെടിപ്പിലും എന്നാണ് നമുക്ക് മാറ്റാൻ പറ്റുമെന്നോ. ഇതിനൊക്കെ ഇടയിൽ കണ്ടില്ല കഫേകൾ.
ഇപ്പൊ നമ്മളൊക്കെ ബീച്ചിലൊക്കെ ഉള്ള ബീച്ച് എന്ത് മനോഹരമാക്കിയിട്ടുണ്ട്, കോഴിക്കോട് നഗരത്തിന്റെ സൗത്ത് ബീച്ചുകളെല്ലാം. പക്ഷെ അതിൻ്റെ ഒക്കെ കഫേയുടെ ഒക്കെ പരിസരങ്ങൾ പലപ്പോഴും നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ കാർക്കിച്ച് തുപ്പിയും നമ്മളവിടെ നമ്മുടെയൊക്കെ പലതരത്തിലുള്ള മിഠായി കവറുകൾ നിക്ഷേപിച്ചും ഇവിടെ എത്തുമ്പോൾ ഒരു മലയാളി പോലും ഒരു കവറും പുറത്തേക്ക് കളയുന്നില്ല. അത് മാറും നമ്മൾ തെരുവുകൾ മാറുന്ന നിയമങ്ങൾ കർശനമാകുന്നതനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജിദ്ദയുടെ തുറമുഖത്തേക്ക്, അതായത് മക്കയിലേക്കുള്ള പാതയുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് തുറമുഖത്തേക്കാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആൻഷ്യൻ സിറ്റിക്ക് കുറുകയായിട്ട് വലിയൊരു റോഡ് നേരത്തെ ഉള്ളതായിരിക്കും. ആ റോഡ് മുറിച്ച് കടന്നു പോകുന്നുണ്ട്. വീണ്ടും ജിദ്ദ തുറമുഖത്തേക്കുള്ള പുരാതന തുറമുഖത്തേക്കുള്ള പാതയിലാണ് നമ്മൾ ഇവിടെ വാഹനങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നു. വാഹനങ്ങളെല്ലാം അപ്പോഴേക്ക് സ്ലോ ആയി ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി നമ്മൾ വീണ്ടും പഴയ തെരുവിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അൽ ബലദിൻ്റെ അവസാന ഭാഗത്തേക്കാണ്. സിറ്റിയുടെ ഒരു വലിയ പോർഷൻസുകൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇവിടെ അറബിക്കിലൊരു മാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനത് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഇനി ഈ ഒരു റോഡിൻ്റെ അവസാനമാണ് ഈ അൽ ബലദിൻ്റെ സ്ട്രീറ്റ് വന്ന് നിൽക്കുന്നത്. കച്ചവടങ്ങൾ ഓരോന്നിനെയും എടുത്തു പറയേണ്ടതുണ്ട്. ഈ നമ്മുടെ തസ്ബീഹ് മാലകൾ, പ്രാർത്ഥനാ സമയത്ത് നമ്മൾ എണ്ണി ഉരുവിടേണ്ട മാലകളുടെ കടകൾ, അതെല്ലാം നല്ല വൃത്തിക്കാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു തെരുവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബഹളമൊന്നുമില്ല. നമ്മുടെ തെരുവുകൾ പലപ്പോഴും ഓവർ ക്രൗഡഡ് ആണെന്ന് മാത്രമല്ല, അതിൽ കച്ചവടക്കാരും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പുഞ്ചിരിച്ച് സ്വീകരിക്കാനൊന്നും അവർക്ക് സമയമില്ല. പക്ഷേ ഇവരെല്ലാവരും നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു സുഖമുണ്ട് ഇതിലെല്ലാം നടക്കുമ്പോൾ. ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ഞാൻ വർക്കിംഗ് ടൈമിലാണ് ഇവിടെ എത്തിയിരുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വരും. ഈ ഒരു സ്ട്രീറ്റ് ഇവിടെ എങ്ങനെയുണ്ട് ആധുനിക തെരുവിലേക്ക് നമ്മൾ ഇന്നത്തെ സൗദി അറേബ്യ പണിയുന്ന ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളിലേക്കാണ് ഇത് കഴിഞ്ഞാൽ, ഈ ഒരു വഴി കഴിഞ്ഞാൽ എത്തുന്നത്. അങ്ങോട്ടേക്ക് ഞാൻ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ആധുനിക കെട്ടിടങ്ങൾ, അൽ ബലദിയയിലെ ആധുനിക കെട്ടിടങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഒന്ന് തിരിച്ചു നടക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ പഴയ തെരുവുകൾ കേരളത്തിൽ വരികയാണെങ്കിൽ കൊച്ചിയിലാണ് ഇത്തരത്തിലുള്ള ധാരാളം തെരുവുകൾക്കുള്ള സാധ്യതകൾ. ഈ ഒരു രീതിയിൽ പണമൊക്കെ ചിലവഴിച്ച് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും, ഇനി ഉത്തരേന്ത്യയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ചാന്ദിനി ചൗക്കെങ്കിലും, ജഹാനാരയാണല്ലോ ചാന്ദിനി ചൗക്ക്, ഷാജഹാൻ്റെ മകളാണ് ജഹാനാരയാണ് അതിൻ്റെ എഞ്ചിനീയർ എന്ന് പറയാം. സുഗന്ധപൂരിതമായിരുന്നു ചാന്ദിനി ചൗക്കിൽ ആളുകൾ നടക്കുമ്പോഴൊക്കെ സുഗന്ധങ്ങളുടെ കച്ചവടം കൊണ്ട് ആയിരിക്കും മറ്റും അത് വലിയ രീതിയിൽ ആ തെരുവിനെ അവർ പ്രണയിച്ചിരുന്നു. ഗിൽഗമേഷിൻ്റെ കഥയുണ്ട് മെസപ്പൊട്ടോമിയയിൽ. തെരുവിനെ പ്രണയിച്ച ഗിൽഗമേഷ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരണപ്പെടുമ്പോഴും അനശ്വരത തേടി അദ്ദേഹം ലോകം സഞ്ചരിക്കുന്നു, ലോകം ചുറ്റുന്നു. പക്ഷെ നിരാശനായിട്ട് മരണമില്ലാത്ത ഒരു ലോകമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഗിൽഗമേഷ് തിരിച്ചു വരുമ്പോൾ താൻ പണിതിരിക്കുന്ന പട്ടണത്തിൻ്റെ മതിലിൽ കയറി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസം വരുന്നത്. ഈ മരത്തിൻ്റെ ഒരു നമ്മളുടെയൊക്കെ നാട്ടിൽ റോഡരികിൽ ഇങ്ങനെ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ മരം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ആളുകൾ ഇൻ്റർലോക്കൊക്കെ പൊട്ടിച്ച് മരം വെക്കാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആളുകൾ അതിനെ എതിർക്കും. കച്ചവടക്കാർക്കോ പലർക്കും അതൊക്കെ പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ്. പക്ഷേ ഇവർ വെള്ളമെല്ലാം മഴ പെയ്യുന്നതെല്ലാം ഈ ഒരു പ്രത്യേക പാത്തിലേക്ക് ഒരുക്കിയിട്ട്, അത് മക്കയിലും ഇത് കണ്ടിട്ടുണ്ട് ഈ ഒരു രീതി. ഇത് കഫേകൾ നോക്കും, നമ്മുടെ കഫേകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. കഫേകൾ ഇത് നമ്മൾ തട്ടുകട എന്ന് പറയില്ലേ, തട്ടുകടേൻ്റെ അകമാണത്, സാക്ഷാൽ തട്ടുകട. ഇത് ഗവൺമെൻറ് ഒരേപോലെ തട്ടുകടകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്തെല്ലാം ഹലുവയുണ്ട്, ചിലയിടത്ത് കാപ്പിയുണ്ട്, ചായ ഉണ്ട്, കാവയുണ്ട്, സ്നാക്സുകളുണ്ട്. ഇത് തട്ടുകടകളെല്ലാം ഇത് ഹലുവയ്ക്ക് മാത്രമായിട്ടുള്ളൊരു കോർണറാണ്. ഹലുവ നമ്മൾ മിഠായി തെരുവിൻ്റെ പ്രസിദ്ധി ഹലുവയാണല്ലോ. ഇതിനിടയ്ക്ക് അതിലൂടെ ഒരാൾ സഞ്ചരിച്ച് ഹലുവ കഴിച്ച കഥയുണ്ടായിരുന്നു കേരളത്തിൽ. അപ്പോൾ നമ്മുടെയൊക്കെ തട്ടുകടകൾ ഈ ഒരു സ്റ്റൈലിലേക്ക് എന്ന് വരും എനിക്കറിയില്ല. ഇപ്പോൾ രാത്രിയായി, ഞാൻ കൂടുതൽ ഗല്ലികളിലേക്ക് കയറി തുടങ്ങി. പച്ചപ്പാണ് ഈ ഒരു ഗല്ലിയുടെ മിക്ക ഗല്ലികളുടെ അകത്തേക്ക്. ചെറിയ ഗല്ലികളിലേക്ക്, ഗല്ലി എന്ന വാക്കൊന്നും യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെയൊക്കെ ഗല്ലി കോൺസെപ്റ്റ് വേറെ ഒന്നാണല്ലോ. അത് ഉത്തരേന്ത്യൻ ഗല്ലികളിലൂടെ പോകുന്നവർക്ക് അറിയാമല്ലോ എന്ത് പേടിയാണ് ഇതിനകത്തൂടെ പോകാൻ. പക്ഷേ ഇവരെങ്ങനെയാണ് ഇതിനകത്തൊക്കെ വീട്ടുകാരുണ്ട് കേട്ടോ.
എല്ലാം പിന്നെ പോലീസുകാരും അതുപോലെ ഒപ്പം തന്നെ ഇതിൻ്റെ ഹൗസ് കീപ്പേഴ്സും ഒക്കെ ഉണ്ട് തെരുവിൽ. പല വഴിയിലേക്ക് ഈ ഒരു പച്ചപ്പിൻ്റെ പാത നീണ്ടു കിടക്കുകയാണ്. ഫൈക്കസുകൾ അതും ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. മറ്റൊരു ഗല്ലീൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നു. വൈഫും അവരും ഇടയ്ക്ക് പർച്ചേസ് ചെയ്ത് സെൽഫി എടുക്കുന്ന ടീമുണ്ട്. മുകളിലേക്ക് ഗോവണികൾ കയറി പോകുന്നുണ്ട്. വൈഫും ബ്രദറും കുറേ അപ്പോഴേക്ക് ഞാൻ ഈ സംസാരമൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ ഇപ്പം നേരെ ചാടിയിരിക്കുന്നത് മഹരിബാങ്ക് കൊടുത്തു. ഞാൻ നേരത്തെ ഒരു സഹാബി പണിതിരിക്കുന്ന പ്രവാചകനോടൊപ്പം ജീവിച്ച അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അനുചരന്മാരുടെ കാലത്ത് അവർ അതിലൊരാൾ പണിതിരിക്കുന്ന ഒരു പുരാതന മസ്ജിദിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ എൻ്റെ പിറകു വശം കാണിച്ചിരുന്നു. അൽ ഷാഫി മസ്ജിദ് എന്നാണ് ഈ മോസ്ക്. ഇതിൽ പെട്ടതാണ്. കനമുള്ള ഒരുപാട് ചുമരുകളാൽ കൊണ്ട് നല്ല ഹൈറ്റുള്ള കുറച്ചൊക്കെ ഇടങ്ങളിൽ ഇതിന് തൂണുകൾ ചെരുവുള്ള. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു എക്സിബിഷൻസ്, അതായത് മുസ്ലിം സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഷോ ഇവിടെ ഉണ്ട്. സ്ത്രീകളുടെ ഒരു ബാക്ക് ഭാഗത്ത് സ്ത്രീകളുടെ ഈ റെഡ് കാർട്ടൻ്റെ പിറകിൽ സ്ത്രീകൾക്കുള്ള പ്രെയർ ഹാളാണ്. നടുമുറ്റമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ഹൈദരാബാദിലെ മസ്ജിദുകൾ, മക്ക മസ്ജിദൊക്കെ അല്ലേ, അതിനൊക്കെ ഒരു സ്ട്രക്ചറിന് ഏറെക്കുറെ അടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ്. നമ്മൾ കേരളത്തിലെ പള്ളികളായിട്ട് യാതൊരു ബന്ധവുമില്ല. വിശാലമായ നടുത്തളമാണ്. ഈ നടുത്തളത്തിൻ്റെ പിറകിലാണ് ഈ ഒരു ഏരിയ. ഇതിനകത്തേക്ക് എന്നെ ക്ഷണിച്ചു. ഇത് നോമ്പ് തുറയാണ്. തിങ്കളാഴ്ചയാണ് ഞാൻ സന്ദർശിച്ചത്. അന്ന് സാധാരണ ഇതിൽ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ചയും ഒക്കെ നോമ്പുണ്ട്. അൽ ഷാഫി മോസ്റ്റൂർ എന്ന് പറയുന്ന ഈ മോസ്റ്റൂറിൽ ഇവിടെ റിഫ്രഷ്മെൻറ്റ് കോഫി ആൻഡ് ടീ എന്ന് ഫസ്റ്റ് എഴുതിയിരിക്കുന്നല്ലോ. അത് നോമ്പ് തുറയെക്കുറിച്ചുള്ളൊരു ഈ ഈവനിങ്ങിലാണെങ്കിൽ എന്താണ് നോമ്പ് തുറ, ഇഫ്താർ എന്ന് കേട്ടിട്ടുണ്ട്. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും എക്സ്കവേഷൻസുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പൊന്തക്കാട്ടിൻ്റെ അകത്തുനിന്നാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ വന്നിരുന്നത്. എക്സ്കവേഷൻസും ഒക്കെ കണ്ട് വീണ്ടും ഇവരെയും കൂട്ടി തിരിച്ച് നടക്കാനുള്ള വഴി ഒരു ശ്രമത്തിലാണ്. പൂച്ചക്കുള്ള ആഹാരമൊക്കെ ഇവിടെ കൊടുക്കുന്ന ഏരിയ ഒക്കെ കണ്ടിരുന്നു. ചെരുപ്പ് കുത്തുന്ന ഒരാൾ ഒരു അരികിലിരുന്ന് ചെരുപ്പ് കുത്തുന്നതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. നമ്മുടെ ചെരുപ്പ് കുത്തികൾ എന്തൊരു കഷ്ടപ്പെട്ടിട്ട് വൃത്തിഹീനമായ സ്ഥലത്തിരുന്നിട്ടാണ്. അപ്പോഴേക്കൊരു പൂച്ചയും കിട്ടി എനിക്ക്. പൂച്ച എന്നോടൊപ്പം ഉണ്ടായിരുന്നു കളിക്കാൻ. ഇവിടെ തെരുവിൽ എല്ലായിടത്തും പൂച്ചകളുണ്ട്. അപ്പം അൽ ബലദിലെ ഒരു രാവ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.